നമസ്കാരം. ഇത് പടവല കൃഷിയാണ്. ഞങ്ങൾ പടവലങ്ങ എടുക്കാനായിട്ടാണ് വന്നത്. ഇത് ഒരു പ്രത്യേക ഇനമാണ്. ഇത് സയാമിസ് എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട യൂട്യൂബിൽ കണ്ടിട്ട് ഞാനത് പൂനെയിൽ നിന്നും ഓൺലൈനായിട്ട് വരുത്തി കൃഷി ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു ഞെട്ടയിൽ 2 പടവലങ്ങയാണ് ഇത് ഉള്ളത്. അടുത്ത ഇത് ഒരു ഞെട്ടയിൽ 2 പടവലങ്ങയാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് ഇത് 2 പടവലങ്ങ വീതമുള്ള ഇതാണിത്. ഇത് നേരത്തെ ഞങ്ങൾ ബേബി ഇനത്തിൽപ്പെട്ട നീളം കുറഞ്ഞ പടവലാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇത് കൃഷി ചെയ്യണത്. ഇത് ഇഷ്ടംപോലെ കായൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ കായ്ക്ക് തൂക്കമില്ല. നീളം കുറവായതുകൊണ്ട് തൂക്കമില്ല. അതൊരു പ്രശ്നമാണ്. ഞങ്ങൾ കൃഷിക്കാരെ സംബന്ധിച്ച് നമുക്ക് പടവലങ്ങയ്ക്ക് നല്ല തൂക്കമുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആദായം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തൂക്കത്തിനകത്ത് ശകലം കുറവുണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങളിതിൻ്റെ ആദായം ഇന്ന് എടുക്കുവാണ്. ഇത് വേറൊരു ഇനാണ്. ഇത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വേറൊരു ഇനാണ് ഇത്. ഇതിന് ഇച്ചോടെ നീളമൊക്കെ വയ്ക്കും, പക്ഷേ ഈ കൂടുതൽ ഇട്ടിട്ടായിരിക്കും എന്തോ ഇതിന് നീളക്കുറവാണ്. ഇത് ഇവിടെയൊക്കെ നിറയെ സയാമിസ് ഒരു കിടക്കുകയാണ്. ഇത് സയാമിസ് ആണ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് വളരെ തൂക്കം കുറവാണ്. ഇതിന് ഒരു 200 ഗ്രാമേ നമുക്ക് 200-250 ഗ്രാമേ നമുക്ക് ഇതിനകത്ത് വെയിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വെയിറ്റ് കിട്ടുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് ലാഭം ഇല്ലാത്ത രീതിയിലുള്ളൊരു കൃഷിയായിപ്പോയി. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് വിൽപ്പനയ്ക്കും ഒക്കെ നല്ല ചാൻസ് ഉള്ളതാണ്. നല്ല ചിലവുകളുണ്ട്. ഒരു ചെറിയ പടവലങ്ങ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കറിക്കായി. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു വീട്ടിലേക്ക് ഒരു കറിക്ക് ഒരു പടവലങ്ങ മതി. ഇത് വേസ്റ്റ് മുറിച്ച് കഴിഞ്ഞിട്ട് ഇത് വേസ്റ്റ് ആക്കി പോയില്ല. കാരണം ബാക്കി നാളത്തേക്ക് എടുക്കേണ്ട കാര്യമില്ല. ഒരു പടവലങ്ങ ഒരു കറിക്കുള്ള മുഴുപ്പേ ഉള്ളത്. ഇതൊരു മേടിക്കുന്ന കസ്റ്റമർക്ക് ഇത് ഒരു ആദായമാണ്, പക്ഷേ നമുക്ക് അത്രയ്ക്ക് വലിയ ആദായമല്ല.